ഹലോ. വോയിസ് ക്ലിയർ ആണോ? യെസ് സാർ.
സ്റ്റാർട്ട് ചെയ്യാം. Yes, sir. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടി പേരും പഠിക്കണം. നമുക്ക് എല്ലാവർക്കും ഐഗൺ വാല്യൂ കാണാൻ അറിയാം. ഐഗൺ വാല്യൂ, അപ്പൊ ഐഗൺ വാല്യൂവിന്റെ വാല്യൂ അനുസരിച്ച് അതിന് നമുക്ക് 4-5 ഗ്രൂപ്പായി തിരിക്കാൻ പറ്റും. ഫസ്റ്റ് പോസിറ്റീവ് ഡെഫിനിറ്റ്. പോസിറ്റീവ് ഡെഫിനിറ്റ് വെച്ചാൽ എല്ലാ ഐഗൺ വാല്യൂ ലാംഡ ഐ, അതായത് എ എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ്. ഇതിന് എത്ര ഐഗൺ വാല്യൂസ് ഉണ്ടാവും? n ഐഗൺ വാല്യൂസ്. ഓക്കെ, എല്ലാ ലാംഡ ഐയും ഗ്രേറ്റർ ദാൻ 0, അതായത് ഒരു പോസിറ്റീവ് ടേം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എ ഈസ് പോസിറ്റീവ് ഡെഫിനിറ്റ്. ഐഗൺ വാല്യൂന്റെ വാല്യൂ എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്നെ പറയാം പോസിറ്റീവ് ഡെഫിനിറ്റ്. ഒന്നാമത്തത്. രണ്ടാമത്തത് നെഗറ്റീവ് ഡെഫിനിറ്റ്. അതായത് എല്ലാ ഐഗൺ വാല്യൂ ലാംഡ ഐ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താ പറയുന്നു? എ ഈസ് നെഗറ്റീവ് ഡെഫിനിറ്റ്. മൂന്നാമത്തത് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. പോസിറ്റീവ് ഡെഫിനിറ്റ് വെച്ചാൽ എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആകാൻ പറ്റില്ല. പക്ഷെ പോസിറ്റീവ് ഡെഫിനിറ്റിന് 0 കൂടി ഉൾപ്പെടും. അങ്ങനത്തെ അങ്ങനെ വരും ഡെഫിനിഷൻ. ലാംഡ ഐ ഗ്രേറ്റർ ദാൻ ഉൾപ്പെടും 0 വരാം. 0 പോസിറ്റീവ് എല്ലാ ഐഗൺ വാല്യൂസ്. പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. നാലാമത്തത് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ്. ലാംഡ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് 0 കൂടി ഉൾപ്പെടുന്നത്. ഈ നെഗറ്റീവ് ഡെഫിനിറ്റിന്റെ അകത്ത് 0 കൂടി ഉൾപ്പെട്ടാൽ അത് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആയി. പോസിറ്റീവ് ഡെഫിനിറ്റിന്റെ അകത്ത് 0 കൂടി ഉൾപ്പെട്ടാൽ അത് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. ഇനി അഞ്ചാമത്തെ ആള് പറയുന്നതാണ് ഇൻഡെഫിനിറ്റ്. ഇൻഡെഫിനിറ്റ് ഐഗൺ വാല്യൂ പോസിറ്റീവും നെഗറ്റീവും ഒരുമിച്ച് മിക്സ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് വരാം. പോസിറ്റീവും നെഗറ്റീവും 0 അങ്ങനെ എല്ലാം ഒരുമിച്ച് വന്നാൽ, ഒരു പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ അത് ഇൻഡെഫിനിറ്റ്. ഇപ്പൊ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ എന്താ? പോസിറ്റീവ് ഡെഫിനിറ്റ്. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഡെഫിനിറ്റ്. ഇപ്പൊ രണ്ട് പോസിറ്റീവും അതിന്റെ കൂടുതൽ 0 കയറി വന്നാൽ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. ഇനി അങ്ങനെ തന്നെ രണ്ട് നെഗറ്റീവോ കുറെ നെഗറ്റീവിന്റെ കൂടെ ഒരു 0 കൂടി കയറി വന്നാൽ അത് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ്. ഇനി പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് വന്നാൽ അത് ഇൻഡെഫിനിറ്റ്. ഡെഫിനിഷൻസ് ക്ലിയർ അല്ലേ? പ്രത്യേകിച്ച് പറയാനില്ല. ഇനി പോസിറ്റീവ് ഡെഫിനിറ്റ് വെച്ചാൽ എല്ലാ ലാംഡയും ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ട്രേസ് എന്തായിരുന്നു? ഐഗൺ വാല്യൂവിന്റെ സം, അതായത് ലാംഡ1 പ്ലസ് ലാംഡ2 എക്സെട്ര പ്ലസ് ലാംഡn. ഇതെല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ട്രേസും ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ഇതെല്ലാം ഒരു പോസിറ്റീവ് വാല്യൂ, എല്ലാം ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ട്രേസും എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. രണ്ടാമത്തത്, ഇപ്പൊ പോസിറ്റീവ് ഡെഫിനിറ്റിനകത്ത് എല്ലാ ഐഗൺ വാല്യൂ പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് എന്താ? എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആണ്. കറക്റ്റ് മനസ്സിലാക്കി പോണേ. രണ്ടാമത്തത്, നെഗറ്റീവ്
ഡെഫിനിറ്റ്. എല്ലാ ലാംഡയും ലെസ് ദാൻ 0. അപ്പൊ ട്രേസ് എന്താ? എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ ട്രേസും ലെസ് ദാൻ 0 ആയിരിക്കും. ഇനി ഒരു പ്രത്യേക കാര്യം, ഇത് ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് കാര്യം നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 2x2 മാട്രിക്സ് എടുത്ത് -2 0 0 -3. ഇതിന്റെ ഐഗൺ വാല്യൂ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞേ. -2 -3. അപ്പൊ രണ്ട് ഐഗൺ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് മനസ്സിലായി. പക്ഷെ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താ? 6. അപ്പൊ ഡിറ്റർമിനന്റ് എന്താ? പോസിറ്റീവ് ആവാം അല്ലെ നെഗറ്റീവ് ആവാം. ഇപ്പൊ ഒരു 3x3 മാട്രിക്സ് തന്നിരിക്കുക, -1 0 0 0 -2 0 0 0 -3. ഐഗൺ വാല്യൂസ് -1 -2 -3. അപ്പൊ നെഗറ്റീവ് ഡെഫിനിറ്റ് ആയി. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താ? ഡയഗണൽ മാട്രിക്സ് ആണ്. ഡയഗണൽ മാട്രിക്സിന്റെ പ്രൊഡക്റ്റ് -1 × -2 × -3, അത് -6. അപ്പൊ എന്താ? നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ ഐഗൺ ഡിറ്റർമിനന്റ് പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. അപ്പൊ ഡിറ്റർമിനന്റിനെ പറ്റി നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അത് എന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പൊ n ഒരു ഓഡ് ആണെങ്കിൽ എന്താ ശ്രദ്ധിക്കണേ. ഇപ്പൊ n 3 ആയപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയി, n 2 ആയപ്പോൾ പോസിറ്റീവ് ആയി. ഇപ്പൊ n ഈവൺ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്താ? പോസിറ്റീവും. n ഓഡ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് നെഗറ്റീവ്. നെഗറ്റീവ് ഡെഫിനിറ്റിന്റെ ആണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യങ്ങൾ? ഡൗട്ട് ഉണ്ടോ ഇത്ര നേരം പറഞ്ഞതിൽ? ഇനി ഇതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, if A is an n/n matrix, A ഒരു n/n matrix such that determinant of A greater than 0, then A is positive definite. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ഓർ ഫോൾസ്? എന്താണ്? ട്രൂ അല്ലേ സർ? ട്രൂ. ആദ്യത്തെ ഇതിനകത്ത് പറഞ്ഞത് ഡിറ്റർമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ആയാൽ പോസിറ്റീവ് ഡെഫിനിറ്റ് ആവുമെന്ന. പോസിറ്റീവ് ഡെഫിനിറ്റ് ആയാൽ ഡിറ്റർമിനന്റ് 0 ആവുമെന്നല്ല ചോദിച്ചത്. ഡിറ്റർമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ഒരു മാട്രിക്സ് എടുത്ത് -3 0 0 -4 എടുത്ത് ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താ? 12 പോസിറ്റീവ് അല്ലേ? 12 ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അപ്പൊ ഡിറ്റർമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്ക് മാട്രിക്സ് എടുത്ത്. പക്ഷേ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ? അല്ല. അപ്പൊ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ്. അപ്പൊ ഡിറ്റർമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് പോസിറ്റീവ് ഡെഫിനിറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ് ഡിറ്റർമിനന്റ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പൊ എന്താണ് എന്റെ ആൻസർ? ഫോൾസ്. അപ്പൊ നിങ്ങൾ ട്രൂ ആണെന്നുള്ളതിന് മാത്രം പ്രൂഫ് ചെയ്ത, ഫോൾസിന് കാണിക്കാൻ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചേ. അപ്പൊ ഡിറ്റർമിനന്റ് ഗ്രേറ്റർ ദാൻ 0 വരുന്ന എക്സാമ്പിൾ. അപ്പൊ -1 എടുത്ത് ഡിറ്റർമിനന്റ് 1 ഗ്രേറ്റർ ദാൻ 0. പക്ഷെങ്കിൽ ഇത് ഐഗൺ വാല്യൂ രണ്ടും നെഗറ്റീവ്. അപ്പോൾ ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ, 1 2 1
2 0 4 1 4 -2 എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിരിക്കുന്നു. Question: check whether or not A is a positive definite matrix. A എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിരിക്കുന്നു, അത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. എന്ത് തോന്നുന്നു കണ്ടിട്ട്? പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ എന്താ, എല്ലാ ലാംഡ ഐയും ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ലാംഡ എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതിന്റെ ട്രേസ് എന്താണ്? ട്രേസ് എന്ന് പറയുന്നത് സം ഓഫ് ഐഗൺ വാല്യൂ. ഐഗൺ വാല്യൂ എല്ലാം ആഡ് ചെയ്ത് പോയാൽ എന്താ കിട്ടുക? ട്രേസ് കിട്ടുക. അപ്പൊ ട്രേസ് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ട്രേസ് എന്താ? ഡയഗണൽ എലമെന്റ്സിന്റെ സം ആണ് ട്രേസ്. ഡയഗണൽ എലമെന്റ്സിന്റെ സം. ട്രേസിന്റെ എത്രയാ ട്രേസ്? ട്രേസ് ഓഫ് എ എന്താ വാല്യൂ? -1. അത് ലെസ് ദാൻ 0 അല്ലേ? -1 ഗ്രേറ്റർ ദാൻ 0 അല്ലല്ലോ. 0 ചെറിയ വാല്യൂ അല്ലേ? അപ്പൊ ഇതെന്തല്ല, ഇത് പോസിറ്റീവ് ഡെഫിനിറ്റ് അല്ല. നോട്ട് പോസിറ്റീവ് ഡെഫിനിറ്റ്. പറ്റും. ഓക്കെ, ചില കേസിൽ നമ്മൾ എല്ലാ ഐഗൺ വാല്യൂ കാണും. എന്നുവെച്ചാൽ ട്രേസ് കൊണ്ട് എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് ആണെന്ന് നിർബന്ധമില്ല. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ അഡ്രസ് എടുത്തു, എ എന്ന് പറഞ്ഞ മെട്രിക്സ് പോസിറ്റീവ് ഡെഫിനിറ്റ് ആവണമെന്നില്ല. ശരി, എന്തായാലും പോസിറ്റീവ് ഡെഫിനിറ്റ് ആവില്ല. ട്രേസ് എന്താ? തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ട്രേസ് എന്താ? ഡയഗണൽ 8. ഇതിന്റെ ഐഗൺ വാല്യൂ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ റോന്റെ സം എല്ലാം -1 ആണ്. ഫസ്റ്റ് റോന്റെ സം ആഡ് ചെയ്താൽ 5 -6 ആഡ് ചെയ്താൽ -1 ആയിട്ട്. സെക്കൻഡ് റോന്റെ സം എന്താ കിട്ടുക? -4 3 ആഡ് ചെയ്താൽ -1 കിട്ടും. അപ്പൊ -1 ഒരു ഐഗൺ വാല്യൂ ആണ്. ഓക്കെ, -1 ഒരു ഐഗൺ വാല്യൂ ആണ്. പിന്നെന്താ, സം ഓഫ് ഐഗൺ വാല്യൂ ട്രേസ് ആണ്. ട്രേസ് 8 ആയതുകൊണ്ട് അടുത്ത ഐഗൺ വാല്യൂ 9 ആയിരിക്കും. 9 + -1 ആണല്ലോ 8. അപ്പൊ -1 ഉം 9 ഉം ആണ് ഐഗൺ വാല്യൂ. ട്രേസ് പോസിറ്റീവ് ആണ്, പക്ഷെ ഇത് പോസിറ്റീവ് ഡെഫിനിറ്റ് അല്ല. നെഗറ്റീവും പോസിറ്റീവ് ഒരുമിച്ച് വന്നു, ഇത് ഇൻഡെഫിനിറ്റ് ആണ്. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണല്ലോ? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 2019 അതേ ക്വസ്റ്റ്യൻ പേപ്പറിലും പോസിറ്റീവ് ഡെഫിനിറ്റും നെഗറ്റീവ് ഡെഫിനിറ്റും ഒക്കെ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. സാറേ അതൊന്നുകൂടെ ഒന്ന് പറയാമോ? ഓക്കെ, ഇപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു ഫാക്ടർ ശ്രദ്ധിക്കാം. എ പോസിറ്റീവ് ഡെഫിനിറ്റ് ആയാൽ ട്രേസ് ഓഫ് എ എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷേ ട്രേസ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എന്തല്ല, എ ഈസ് ഡസ് നോട്ട് ഇംപ്ലൈ എ ഈസ് പോസിറ്റീവ് ഡെഫിനിറ്റ്.
എ പോസിറ്റീവ് ആണെങ്കിൽ ട്രേസ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷേ ട്രേസ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എന്തല്ല, എ പോസിറ്റീവ് അല്ല. അതാ പറഞ്ഞു. ഇപ്പൊ ഇതെന്താണ്, ഇതിന്റെ ഐഗൺ വാല്യൂ അല്ല, ഇതിന്റെ ട്രേസ് എന്താ, -1 ആണ്. അപ്പൊ ഇത് എന്തായാലും പോസിറ്റീവ് ഡെഫിനിറ്റ് ആവില്ല. നമ്മളെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു വെച്ചാൽ ഇതിന്റെ ട്രേസ് 8 ആണ്, പക്ഷെ ഇത് പോസിറ്റീവ് ഡെഫിനിറ്റ് അല്ല. ഇതിന്റെ കൗണ്ടർ എക്സാമ്പിൾ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്, എന്തായാലും ട്രേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷെ ട്രേസ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് പോസിറ്റീവ് ഡെഫിനിറ്റ് ആവണമെന്നൊരു നിർബന്ധമില്ല, തിരിച്ചുള്ള കണ്ടീഷൻ. ഓക്കെ അല്ലേ? സാർ ഈ ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ അത് ക്ലിയർ ആയില്ല, പറഞ്ഞ ഒന്നും കൂടി ഒന്ന് പറയാം. ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ ഇപ്പൊ നമുക്കറിയാം. ഇപ്പം ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്ത് റോസ് ഒക്കെ സെയിം ആയാലും അതൊരു ഐഗൺ വാല്യൂ ആണ്, നമുക്കറിയാലോ ഓൾറെഡി. ഇവിടുത്തെ റോസ് ഒന്ന് എടുത്ത് നോക്ക്, -1 അല്ലേ? ഫസ്റ്റ് റോയുടെ സമ്മോ -1, സെക്കൻഡ് റോയുടെ സമ്മോ -4 + 3 -1. ഇപ്പൊ റോസ് ഒക്കെ സെയിം വാല്യൂ വന്നാൽ അത് ഒരു ഐഗൺ വാല്യൂ ആണ്, നമ്മൾ പഠിച്ചാണ്, ഓൾറെഡി പഠിച്ച റിസൾട്ട് ആണ്. അപ്പൊ -1 ഒരു ഐഗൺ വാല്യൂ ആണ്. ഇത് 2x2 മെട്രിക്സാ. അപ്പൊ ഇതിൽ 2 ഐഗൺ വാല്യൂ ഉള്ളത്. അടുത്തൊരു ഐഗൺ വാല്യൂ λ2 എന്ന് വിചാരിക്കുക. λ2ന്റെ വാല്യൂ നമുക്ക് കാണണം. അപ്പോൾ ഐഗൺ വാല്യൂസ് കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക, ട്രേസാ കിട്ടുക. ഇതിന്റെ ട്രേസ് എത്രയാ, 8 അല്ലേ? അപ്പോ λ2ന്റെ വാല്യൂ എങ്ങനെ കാണാ, -1 അപ്പുറം കൊണ്ടുപോയാൽ പോരെ. അപ്പൊ λ2 = 8 + 1 = 9. അപ്പോൾ ഒരു ഐഗൺ വാല്യൂ -1 കിട്ടി, അടുത്ത ഐഗൺ വാല്യൂ 9 കിട്ടി. പോസിറ്റീവ് ഡെഫിനിറ്റ് ആവണമെങ്കിൽ എല്ലാ ഐഗൺ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആവണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇൻ കേസ് നെഗറ്റീവ് ഡെഫിനിറ്റ് ആവണമെങ്കിൽ എല്ലാ ഐഗൺ വാല്യൂ ലെസ് ദാൻ 0 ആണോ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പോസിറ്റീവ് ഡെഫിനിറ്റ് വരുന്നുണ്ട്, നെഗറ്റീവും ഡെഫിനിറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതെന്താ, അതായത് ഐഗൺ വാല്യൂ പോസിറ്റീവും വരുന്നുണ്ട്, ഐഗൺ വാല്യൂ നെഗറ്റീവും വരുന്നുണ്ട്. അപ്പൊ ഇത് ഇൻഡെഫിനിറ്റ്, എ ഒരു ഇൻഡെഫിനിറ്റ്. ഇപ്പൊ ബി എന്നാണ് എക്സാമ്പിൾ എടുത്തത്. ക്ലിയർ ആണോ? യെസ് സാർ, ക്ലിയർ ആയി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, entry of a positive definite matrix is non-negative. True or false? അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു ഏതാണ് മെട്രിക്സ്, അത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്. അപ്പൊ അതിനകത്തുള്ള എൻട്രി എല്ലാം നോൺ നെഗറ്റീവ് ആണ്. അതായത് ഇപ്പൊ എന്നൊരു n/n മെട്രിക്സ്, അതിൻ്റെ അകത്ത് എൻട്രി എല്ലാം നോൺ നെഗറ്റീവ്, അതായത് നെഗറ്റീവ് ടേം ഇല്ലാത്തത് എല്ലാം ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, നോൺ നെഗറ്റീവ്. അങ്ങനെ ആയിരിക്കുമോ? ട്രൂ ഓർ ഫോൾസ്? ഫോൾസ്. അപ്പൊ ഇത് ഫോൾസ്, ശരിയാണ്. നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. എന്താ, ഒരു 2 -1 0 3. ഇപ്പൊ ഇതിന്റെ ഐഗൺ വാല്യൂ ശ്രദ്ധിക്കുക, 2 3 2 ഉം 3 ആണ് ഐഗൺ വാല്യൂസ്. ഇത് ഐഗൺ വാല്യൂ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്. പക്ഷേ ഇവിടെ ഒരു -1 വന്നു. അപ്പൊ ഇതെന്തല്ല, എൻട്രി പോസിറ്റീവ്, എൻട്രി ഓഫ് എ പോസിറ്റീവ് ഡെഫിനിറ്റീവ് മെട്രിക്സിൽ നെഗറ്റീവും വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. നമുക്കൊരു എക്സാമ്പിൾ ഇങ്ങനെ ഒരു എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ്
that determinant of e raised to a equal to e raised to trace of a. ഇതാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതായത് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ്, എ എന്ന് പറയുന്നത് ഒരു n by n മെട്രിക്സ്, ഇ റേസ് ടു എയുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഇ റേസ് ടു ട്രേസ് ഓഫ് എ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രൂഫ് നോക്കാം. ഇപ്പം എ ഒരു ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ, അതായത് d1 d2 0 0, നമുക്ക് ഏറ്റവും ചെറിയ എക്സാമ്പിൾ എടുക്കാം പെട്ടെന്ന്. അപ്പൊ ഇ റേസ് ടു എ എന്താണ്? ഇ റേസ് ടു d1 0, D1 0 ഇ റേസ് ടു d2. ഓക്കെ, അപ്പൊ ഇ റേസ് ടു എയുടെ ഡിറ്റർമിനന്റ് എന്താ? ഡിറ്റർമിനന്റ് ഓഫ് ഇ റേസ് ടു എ എന്ന് പറയുന്നത് എന്താ? ഇ റേസ് ടു d1 ഇൻറ്റു ഇ റേസ് ടു d2 അല്ലേ? ഇ റേസ് ടു d1 ഇൻറ്റു ഇ റേസ് ടു d2. ഇനി നമുക്ക് ഓൾറെഡി അറിയുന്നതാ എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്താ? ഇ റേസ് ടു d1 പ്ലസ് d2. ട്രേസ് ഓഫ് എ എന്തെന്നാ? എയുടെ ട്രേസ് D1 plus D2. അപ്പൊ d1 പ്ലസ് d2 നമുക്ക് എങ്ങനെ ചെയ്താ? ഇ റേസ് ടു ട്രേസ് ഓഫ് എ എന്ന് എഴുതി കൂടെ? അപ്പൊ എ ഒരു ഡയഗണൽ മാട്രിക്സ് ആയുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്തു. ഇനി അടുത്തത് ഒന്ന് എഴുതി പോണേ. എഴുതിയോ? ഇനി n ഒരു നിൽപോട്ടന്റ് മെട്രിക്സ് ആയാൽ ഡിറ്റർമിനന്റ് ഓഫ് ഇ റേസ് ടു n എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇ റേസ് ടു n എങ്ങനെയാ ഡെഫിനിഷൻ? i പ്ലസ് n ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് n സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകുന്നു. n ഒരു n ബൈ n മെട്രിക്സ് ആണ്, നിൽപോട്ടന്റ് ആണ്. അപ്പോ n റേസ് ടു n എന്തായാലും 0 ആണ്. അതിന്റെ മുന്നിലത്തെ ചിലപ്പോൾ 0 ആവാം. ഓക്കെ, അപ്പം ഈ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കും? നമ്മൾ ഫോർ എക്സാമ്പിൾ 0 1 0 0 n എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തു. ഇ റേസ് ടു n എന്ന് പറയുന്നത് i പ്ലസ് n ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് n സ്ക്വയർ എടുത്താൽ 0 ആണ് കിട്ടുക. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഏത് ക്യൂബോ റേസ് ടു 4 ഒക്കെ എടുത്താലും 0 കിട്ടുക. പിന്നെ അങ്ങോട്ടൊക്കെ ഉള്ള 0. അപ്പൊ i പ്ലസ് n, i എന്ന് വെച്ചാൽ 1 0 0 1 പ്ലസ് 0 1 0 0 കിട്ടുന്നത് 1 1 0 1. ഓക്കെ, ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താ? വൺ വൺ സീറോ വണ്ണിന്റെ ഡിറ്റർമിനന്റ് എന്താണ്? അതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലേ? അപ്പോൾ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് അല്ലേ ഡിറ്റർമിനന്റ്? അപ്പോൾ ഡിറ്റർമിനന്റ് 1 അല്ലേ? മറന്നു പോകരുത് കേട്ടോ എല്ലാവരോടും കൂടിയാ. അപ്പോ n ഒരു നിൽപോട്ടന്റ് മെട്രിക്സ് ആണെങ്കിൽ ഇ റേസ് ടു n എന്ന മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായാലും 1 ആയിരിക്കും. n ഒരു നിൽപോട്ടന്റ് മെട്രിക്സ് ആണെങ്കിൽ ഇ റേസ് ടു n എന്ന മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 എന്ന എലമെന്റ് ആയിരിക്കും. അപ്പം ഡിറ്റർമിനന്റ് ഓഫ് ഇ റേസ് ടു n എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ബാക്കി ഇനി എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഡി പ്ലസ് എൻ ഫോമിലാണുള്ളെങ്കിൽ, ഡി ഒരു ഡയഗണൽ മെട്രിക്സ്, എൻ ഒരു നിൽപോട്ടന്റ് മെട്രിക്സ്. ഇപ്പൊ ഇ റേസ് ടു എ എന്ന് പറയുന്നത്
ഇ റേസ് ടു ഡി ഇൻറ്റു ഇ റേസ് ടു എൻ അല്ലേ? ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 1 1 0 1 എടുക്കും. എ നമുക്ക് എങ്ങനെ എഴുതാം? 1 0 0 1 പ്ലസ് 0 1 0 0. എ ഒരു ഡയഗണൽ മാട്രിക്സ്, ഇതൊരു നിൽപോട്ടന്റ് മാട്രിക്സ്. ഇപ്പൊ ഇ റേസ് ടു ഡി ഇൻറ്റു ഇ റേസ് ടു എൻ. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ഇ റേസ് ടു എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് ഇ റേസ് ടു ഡി ഇൻറ്റു ഇ റേസ് ടു എൻ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് ഇ റേസ് ടു ഡി ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ഇ റേസ് ടു എൻ. ഓക്കെ, ഇനി ഡയഗണൽ മാട്രിക്സ് ആയുള്ള സംഭവം കണ്ടു. എന്താണ് ഡിറ്റർമിനന്റ്? എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് ഇ റേസ് ടു ഡി എന്ന് വെച്ചാൽ ഇ റേസ് ടു ട്രേസ് ഓഫ് ഡി ആണ്. മെട്രിക്സ് ഡി ആണുണ്ട്. ഇൻറ്റു എന്നൊരു നിൽപോട്ടന്റ് മെട്രിക്സ് ആണ്. ഡിറ്റർമിനന്റ് ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു എന്ന് പറയുന്നത് 1 ആണ്. നമ്മളിപ്പം ചെയ്തേള്ളൂ. ഇപ്പൊ ഇൻറ്റു 1. ഓക്കെ, ഇപ്പൊ ഇതൊരു നിൽപോട്ടന്റ് മെട്രിക്സ്. ട്രേസ് ഓഫ് എൻ എന്താ? നിൽപോട്ടന്റ് മെട്രിക്സ് ട്രേസ് ഓഫ് എൻ 0 അല്ലേ? അപ്പൊ നമുക്ക് ഈ 1 എങ്ങനെ എഴുതാം? ഇ റേസ് ടു ട്രേസ് ഓഫ് എൻ എഴുതാം. കാരണം എന്താ? ട്രേസ് ഓഫ് എൻ 0 ആണ്. ഇ റേസ് ടു 0 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പൊ 1 നമുക്ക് ട്രേസ് ഓഫ് ഇ റേസ് ടു ട്രേസ് ഓഫ് എൻ എഴുതാം. പിന്നെ എ റേസ് ടു ബി ഇൻറ്റു എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എം എന്ന് വെച്ചാൽ എ റേസ് ടു എം പ്ലസ് എൻ. അങ്ങനെയല്ലേ? ഇ റേസ് ടു ട്രേസ് ഓഫ് ഡി പ്ലസ് ട്രേസ് ഓഫ് എൻ അല്ലേ? ഇനി എന്താണ്? ട്രേസ് ഓഫ് എൻ എങ്ങനെ എഴുതാം? ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് ട്രേസ് ഓഫ് ബി പ്ലസ് ട്രേസ് ഓഫ് എൻ ആണ്. അപ്പം ട്രേസ് ഓഫ് ബി പ്ലസ് ട്രേസ് ഓഫ് എൻ എന്ന് പറയുന്നത് ട്രേസ് ഓഫ് എ ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? ഇ റേസ് ടു ട്രേസ് ഓഫ് എ. ഡിറ്റർമിനന്റ് എടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഇ റേസ് ടു എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുത്തപ്പോൾ ട്രേസ് ഓഫ് ഇ റേസ് ടു ട്രേസ് ഓഫ് എ എന്ന് കിട്ടി. പ്രൂഫ് ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ എ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മെട്രിക്സ് തരും. അതിന്റെ ഇ റേസ് ടു എ ഒക്കെ ഫൈൻഡ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ചെയ്തു. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം അതിന്റെ ഡിറ്റർമിനന്റ് കാണാൻ ചോദിക്കും ചില ക്വസ്റ്റ്യനിൽ. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം ഇ റേസ് ടു എന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഇ റേസ് ടു ട്രേസ് ഓഫ് എ ആണ്. അപ്പൊ നമുക്ക് കൺഫേം ചെയ്യാം ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ഡൗട്ട് ഇല്ലാതെ. അപ്പം ഡിറ്റർമിനന്റ് ഓഫ് ഇ റേസ് ടു എ എന്ന് പറയുന്നത് ഇ റേസ് ടു ട്രേസ് ഓഫ് എ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ഞാനിപ്പം പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് M2 ഓഫ് സി, അതായത് ഒരു 2x2 മാട്രിക്സ് ആണ് ഓവർ സി. എ എന്ന് പറയുന്നത് ഒരു 2x2 മാട്രിക്സ്. എലമെന്റ്സ് കോംപ്ലക്സ് നമ്പർ ആകാം. ഓക്കെ, ഇത് ഐഗൺ വാല്യൂസ് തന്നിരിക്കുന്നു. ഐഗൺ വാല്യൂ വന്നിരിക്കുന്നത് 3 ഉം 2 ആണ്.
ഡിറ്റർമിനന്റ് ഓഫ് ഇ റേസ് ടു എ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് ഇ റേസ് ടു എ എന്ന് പറയുന്നത് ഇ റേസ് ടു ട്രേസ് ഓഫ് എ ആണ്. ട്രേസ് ഓഫ് എ എന്താണ്? സം ഓഫ് ഐഗൺ വാല്യൂ. ഐഗൺ വാല്യൂ ആഡ് ചെയ്താലും നമുക്ക് എന്ത് ട്രേസ് കിട്ടും? 5. ട്രേസ് 5. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ഇ റേസ് ടു എ എന്താണ്? ഇ റേസ് ടു 5 അല്ലേ? സാർ ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചോദിക്കുന്നതെന്നാ പറഞ്ഞു? ഇപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഐഗൺ വാല്യൂ ഓഫ് എ എലമെന്റ് ഓഫ് M2C. ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു പറഞ്ഞാൽ എങ്ങനെയാ? അപ്പം ഐഗൺ വാല്യൂ ഓഫ് എ എലമെന്റ് ഓഫ് M2C are 3 and 2. Then trace of then determinant of e raised to a equal to. ഇങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചില കേസിൽ എ എന്ന് പറഞ്ഞ മെട്രിക്സ് മാത്രം തരും. എങ്ങനെ വേണം ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇ റേസ് ടു എ എന്ന ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു. അപ്പൊ അതേ ക്വസ്റ്റ്യനകത്ത് ഈ ഒരു സംഭവം ഡിറ്റർമിനന്റ് ഓഫ് ഇ റേസ് ടു എ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ എങ്ങനെ വേണേ ചോദിക്കാം. അടുത്തത് ഐഗൺ വാല്യൂ ഓഫ് എ യൂണിറ്ററി മെട്രിക്സ്. ഇപ്പം പോസിബിലിറ്റി ഓഫ് ഐഗൺ വാല്യൂ ഓഫ് എ യൂണിറ്ററി മെട്രിക്സ് ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പോസിബിലിറ്റി ഓഫ് ഐഗൺ വാല്യൂ ഓഫ് എ യൂണിറ്ററി മെട്രിക്സ്. ഓക്കെ, അപ്പോൾ യൂണിറ്ററി മെട്രിക്സ് എന്നാൽ എന്താ? എ ഇൻറ്റു എ തീറ്റ ഈക്വൽ ടു ഐ. എ തീറ്റ എന്ന് പറയാം, അല്ലെങ്കിൽ എ സ്റ്റാർ എന്നും പറയാം. ഓക്കെ, അപ്പം എ ഇൻറ്റു എ സ്റ്റാർ ഈക്വൽ ടു ഐ. ഇനി ഇതാണ് നമ്മുടെ യൂണിറ്ററി മെട്രിക്സ്. ഓക്കെ, നമ്മൾ ഐഗൺ വാല്യൂ എങ്ങനെയാണ് കാണുക? എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡ ഐഗൺ വാല്യൂ ആണെങ്കിൽ എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ആണ്. എക്സ് ഒരു നോൺ സീറോ വെക്ടർ ആയിരിക്കണം. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡകളെ ഐഗൺ വാല്യൂസും എക്സിനെ ഐഗൺ വെക്ടർ എന്നും പറയും. ഇതായിരുന്നു ഐഗൺ വാല്യൂ കാണാനുള്ള ഡെഫിനിഷൻ. ഇനി എ എക്സ് തീറ്റ ഈക്വൽ ടു ലാംഡ എക്സ് റൈസ് ടു തീറ്റ. ഓക്കെ, ഇനി എ ബി തീറ്റ എന്ന് പറയുന്നത് ബി തീറ്റ എ തീറ്റ, അല്ലെങ്കിൽ എ ബി സ്റ്റാർ എന്ന് പറയുന്നത് ബി സ്റ്റാർ എ സ്റ്റാർ. അപ്പൊ ഇതെങ്ങനെ വരും? എക്സ് സ്റ്റാർ എ സ്റ്റാർ ഈക്വൽ ടു എക്സ് സ്റ്റാർ ലാംഡ സ്റ്റാർ. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ റൈറ്റ് സൈഡിൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് മൾട്ടിപ്ലൈ അങ്ങനെ വരും സ്റ്റാർ എ സ്റ്റാർ എ എക്സ് ഈക്വൽ ടു എക്സ് തീറ്റ ലാംഡ തീറ്റ ലാംഡ എക്സ്. ഇതുവരെ ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, എ ഒരു യൂണിറ്ററി മെട്രിക്സ് ആണ്. അപ്പം എ ഇൻറ്റു എ തീറ്റ ഇൻറ്റു എ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സാ. അപ്പൊ എന്താ? എക്സ് തീറ്റ ഐ എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് തീറ്റ ലാംഡ ഒരു ഐഗൺ വാല്യൂ ആണ്. ഒരു വാല്യൂവിന്റെ റേസ് ടു തീറ്റ എന്ന് വെച്ചാൽ അതിന്റെ കോൺജുഗേറ്റ് ആണ്. അപ്പം ലാംഡ റേസ് ടു തീറ്റ അല്ലെങ്കിൽ ലാംഡ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ലാംഡയുടെ കോൺജുഗേറ്റ്. അപ്പോൾ ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു ലാംഡ ഇൻറ്റു എക്സ്.
ഓക്കെ, I into x theta x equal to lambda കോൺജുഗേറ്റ് ഇൻറ്റു ലാംഡ എന്ന് പറയുന്നത് ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു ലാംഡ എന്ന് പറയുന്നത് മോഡ് ലാംഡയുടെ സ്ക്വയർ ആണ്. ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു ലാംഡ എന്ന് പറയുന്നത് മോഡ് ലാംഡ സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? ലാംഡ മോഡ് ലാംഡ സ്ക്വയർ എക്സ് തീറ്റ എക്സ്. ഓക്കെ, ഇനി ഇതെല്ലാം ഒരേ സൈഡ് ആക്കുക. അപ്പൊ ഐ ഇൻറ്റു ഐ മൈനസ് മോഡ് ലാംഡ സ്ക്വയർ ഇൻറ്റു ഐ ഇൻറ്റു എക്സ് തീറ്റ എക്സ് ഈക്വൽ ടു 0. ലാംഡ സ്ക്വയർ എന്ന് പറയുന്നത് മോഡ് ലാംഡ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ടേമാണ്. അപ്പോൾ ഐ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു പോസിറ്റീവ് ടേം നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇത് കോമൺ എടുക്കുന്നേരം മോഡ് ലാംഡ സ്ക്വയറിന്റെ കൂടെ ഒരു ഐ കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഐ മൈനസ് മോഡ് ലാംഡ സ്ക്വയർ ഐ ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ് തീറ്റ എക്സ് ഈക്വൽ ടു 0. എക്സ് എന്താണ്? ഒരു നോൺ സീറോ വെക്ടർ ആണ്, ഐഗൺ വെക്ടർ. അപ്പോൾ എക്സ് തീറ്റ എക്സ് ഒരു സീറോ വെക്ടർ ആവില്ല. ഓക്കെ, അതാൻ പാടില്ല. അപ്പൊ എന്തായിരിക്കണം? ഈ ടേം 0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഐ ഇൻറ്റു ഐ മൈനസ് മോഡ് ലാംഡ സ്ക്വയർ ഐ ഈക്വൽ ടു 0. അതായത് 1 മൈനസ് മോഡ് ലാംഡ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പൊ മോഡ് ലാംഡ സ്ക്വയർ ഈക്വൽ ടു 1. മോഡ് ലാംഡ ഈക്വൽ ടു 1. ക്ലിയർ ആയോ? അപ്പം പോസിബിലിറ്റി ഓഫ് ഐഗൺ വാല്യൂ ഓഫ് യൂണിറ്ററി മെട്രിക്സ് എന്ന് വെച്ചാൽ ഇപ്പൊ ലാംഡ ഐഗൺ വാല്യൂ ആണെങ്കിൽ ലാംഡയുടെ മോഡൽസ് എടുത്താൽ 1 കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ലാംഡ ഒരു ഐഗൺ വാല്യൂ. ഇപ്പൊ ലാംഡ ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഫോമിലാണെങ്കിൽ മോഡ് ലാംഡ പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ആർക്കും ഡൗട്ട് ഉണ്ട് എന്തെങ്കിലും? ഇതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. മിക്ക ക്വസ്റ്റ്യനും 5 മാർക്ക് 3 മാർക്ക് 2 മാർക്ക് ഈ ഒരു ഓർഡറിലുള്ളത്. ഓക്കെ, ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എ എന്ന് പറയുന്നത് ഒരു യൂണിറ്ററി മെട്രിക്സ്. ലാംഡ ഈക്വൽ ടു 2 ഇതിന്റെ ഒരു ഐഗൺ വാല്യൂ ആവുമോ? എയുടെ ഒരു ഐഗൺ വാല്യൂ ആവുമോ ലാംഡ ഈക്വൽ ടു 2? ഹലോ, എന്തുകൊണ്ടാ? മോഡുലസ് ലാംഡ എടുക്കുമ്പോ 1 ആവുന്നില്ല. 1 ആവുന്നില്ല. ഓക്കെ, ലാംഡ ഈക്വൽ ടു 1/√2 പ്ലസ് i/√2 ഇതൊരു ഐഗൺ വാല്യൂ ആവുമോ? ഇതിന്റെ മോഡൽസ് എന്താ? 1. ഇതിന്റെ മോഡൽസ് എന്ന് പറയുന്നത് ഇപ്പം എ പ്ലസ് ഐ ബി ഫോമിലാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇതിന്റെ സ്ക്വയർ എടുത്താൽ 1/2. 1/√2ന്റെ സ്ക്വയർ 1/2 പ്ലസ് 1/2 1. ഓക്കെ അല്ലേ? അപ്പൊ പോസിബിലിറ്റി ഓഫ് ഐഗൺ വാല്യൂ ഓഫ് യൂണിറ്ററി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പോസിബിലിറ്റി ഏതൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ മോഡ് ലാംഡ 1 ആകുന്നതൊക്കെ ലാംഡന്റെ പോസിബിലിറ്റി ആണ്. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് സെയിം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈസ് ദർ എ മെട്രിക്സ് ഈസ് ദർ എ യൂണിറ്ററി മെട്രിക്സ് എ സച്ച് ദാറ്റ് ഐഗൺ വാല്യൂസ് 2 and 1/2. ഐഗൺ വാല്യൂ 2 and 1/2 ആയിട്ട് ഇത് യൂണിറ്ററി മെട്രിക്സ് ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്, ട്രൂ ഓർ ഫോൾസ് ആണോ?
എന്താണ്? അതായത് ഐഗൺ വാല്യൂ 2ഉം 1/2 ആയിട്ടൊരു യൂണിറ്ററി മെട്രിക്സ് ഉണ്ടാവുന്നു. നമ്മളിപ്പം പഠിച്ചിട്ട് എഴുതുന്ന യൂണിറ്ററി മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്താണ്? മോഡുലസ് 1 തരണം. അപ്പം ഇതിന്റെ ആൻസർ ഫോൾസ്. ഓക്കെ, എന്തുകൊണ്ടാ? If A is a unitary matrix, ഇങ്ങനെ എഴുതാം, A is a unitary matrix, then modulus of eigen value is 1. If of 2 not equal to 1, and 2 modulus of 1/2 and 1/2 are value of any unitary matrix. There does not exist a with the eigenvalue 2 and 1. ക്ലിയർ ആയല്ലോ? ട്രൂ ആണെങ്കിൽ അതിന് പ്രൂഫ് എഴുതണം, ഫോൾസ് ആണെങ്കിൽ കോൺട്രഡിക്ട് ചെയ്യുന്ന കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതിയാൽ മതി. ഹലോ, ഹലോ, Yes, sir. Yes, sir. ഈ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? Clear ആണ് sir. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If all eigen value of a unitary matrix is 1, then A is an identity matrix. ഓക്കെ, അതായത് ഒരു എ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്ററി മാട്രിക്സ്. ആ യൂണിറ്ററി മാട്രിക്സിന്റെ എല്ലാ ഐഗൻ വാല്യൂസും 1 ആണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി മാട്രിക്സ് ആവുമെന്നാണ്. ട്രൂ ആണോ ഫോൾസ് ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താ തോന്നുന്നു?
ട്രൂ ആണ്. ഓക്കെ, ഇപ്പം എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ എല്ലാ ഐഗൺ വാല്യൂസും 1 ആണെങ്കിൽ ഈ ഓൾ ഐഗൺ വാല്യൂ ഓഫ് എ ആർ 1, then എ is similar to I. എ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് സിമിലർ ആയിരിക്കും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഐഡന്റിറ്റി matrix is similar to itself. അതായത് ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് മാത്രമാണ് സിമിലർ. അപ്പൊ എന്താണ് ഇതിന്റെ മീനിങ്? എ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് ഡൗട്ട് ചെയ്യാൻ അന്നേരം തന്നെ മൈക്ക് ഓൺ ആക്കി ചോദിക്കട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, the rank of an n by n matrix is the number of non-zero row in that matrix. True or false? അതായത് എ ഒരു n by n മെട്രിക്സ് ആണ്. എന്റെ റാങ്ക് ആ മെട്രിക്സിലെ നോൺ സീറോ റോന്റെ എണ്ണമാണോ? എന്താണ് ആർക്കാ പറയാനുള്ള ഇതിനകത്ത്? അപ്പൊ ഇതെന്താണ്? ഫാൾസ് ആണ്. എന്തുകൊണ്ടാ? അതായത് റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോൺ സീറോ റോ ഓർ നോൺ സീറോ കോളം ഇൻ ദ എക്ലോൺ ഫോം. എക്ലോൺ ഫോം ഒക്കെ നമ്മൾ ബേസിക് ക്ലാസ്സിൽ പഠിച്ചാണ്. ഇതാണ് റാങ്ക്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് ഫോൾസ് ആണ്. കാരണം എന്താ? ഇപ്പം ഇതിന് കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചത്. ഇപ്പൊ എ എന്നാണ് മെട്രിക്സ് എടുത്ത് 1 1 1 1 എടുത്തു. എ എന്നാണ് മെട്രിക്സ്. ഓക്കെ, എയുടെ റാങ്ക് എന്താ? എയുടെ എക്ലോൺ ഫോം എടുത്താൽ എന്താ കിട്ടുക? 1 1 1 1. എക്ലോൺ ഫോമിലേക്ക് പോയാൽ 1 1 0 0. അപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 1 ആണ്. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോ എന്ന് പറയുന്നത് എന്താ? 2 ആണ്. ഓക്കെ, അപ്പൊ റാങ്ക് 2 അല്ല, റാങ്ക് 1 ആണ്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിൽ നമ്മളൊരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, A equal to Aij n by n. Determinant of A is less than or equal to A11, A22, etc. ANN. Determinant of A ഒരു n by n matrix. Okay, for determinant of A less than product of diagonal elements.
ഇതാണ് ക്വസ്റ്റ്യൻ. ട്രൂ ഓർ ഫോൾസ്? എന്താ ട്രൂ ആണോ ഫോൾസ് ആണോ? ഇത് ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിൽ നമ്മൾ കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ മതി. അപ്പോൾ എ എന്ന് പറഞ്ഞ മെഡിസിൻ 2 -4 1 3 എടുത്തു. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താ? ഡിറ്റർമിനന്റ് ഓഫ് എ എന്താ? എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താണ്? 10. 2 × 3 + 4 അപ്പോൾ 10 ആണ് ഡിറ്റർമിനന്റ്. ഇനി ഡയഗണൽ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റോ? അതായത് A11 × A22 എന്താണ്? 2 × 3 എന്താണ്? 6 അല്ലേ? അപ്പൊ എന്തല്ല 10 < 6 ആണോ? അല്ല. അപ്പൊ എന്തല്ല ഇത് ഓൾവേസ് ട്രൂ അല്ല. അപ്പൊ ഇതെന്താണ്? സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Write all possible JCF of a 5x5 matrix, 5x5 matrix whose eigen values are 1 and 2. Eigen values 1 and 2. And geometric multiplicity of 1 എന്ന് പറയുന്നത് 2 ആണ്. And minimal polynomial of degree 3. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ അകത്ത് എന്തൊക്കെയാണുള്ളത്? ഇപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണെങ്കിൽ എ 5x5 മെട്രിക്സ് ആണ്. അപ്പൊ ഇതിന് 5 ഐഗൺ വാല്യൂസ് ഉണ്ട്. ക്വസ്റ്റ്യന് കിട്ടിയ കാര്യങ്ങൾ എഴുതിയത് 5 ഐഗൺ വാല്യൂസ്. ഐഗൺ വാല്യൂസ് ഏതൊക്കെയാ? ലാംഡന്റെ വാല്യൂ 1 and 2. വേറെ തന്നിരിക്കുന്ന ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 എന്ന് പറയുന്നത് 2 ആണ്. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 2 എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? 1ന്റെ എത്ര ജോർദാൻ ബ്ലോക്ക് ഉണ്ട് അവിടെ? അപ്പൊ 1ന്റെ 2 ജോർദാൻ ബ്ലോക്ക്. അടുത്ത കാര്യം തന്നിരിക്കുന്നത് മിനിമൽ പോളിനോമിയലിന്റെ ഡിഗ്രി 3 ആണ്. അപ്പൊ മിനിമൽ പോളിനോമിയലിന്റെ ഡിഗ്രി 3 ആവാൻ എന്തൊക്കെ കണ്ടീഷൻ ആണുള്ളത്? 2 കണ്ടീഷനിൽ മിനിമൽ പോളിനോമിയലിന്റെ ഡിഗ്രി 3 ആവാം. എങ്ങനെയൊക്കെ ആവാം? x-1 സ്ക്വയർ ഇൻറ്റു x-2. ഒന്നാമത് ഇങ്ങനെ ആവാം. അല്ലെങ്കിൽ അതെങ്ങനെയാ? x-1 ഇൻറ്റു x-2ന്റെ സ്ക്വയർ അല്ലേ? ഇങ്ങനെ 2 കേസിലാണ് എന്ത് മിനിമൽ പോളിനോമിയലിന്റെ ഡിഗ്രി 3 ആവുന്നത്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചല്ലോ. ഓക്കെ, ഇനി ഫസ്റ്റ് കണ്ടീഷനിലേക്ക് പോവാം. ഒന്നാമത്തെ വെച്ചിട്ട് എന്തൊക്കെ പറയാം? ഒന്നാമത്തെ x-1 സ്ക്വയർ ഇൻറ്റു x-2. ഇതാണ് ഫസ്റ്റ് മിനിമൽ പോളിനോമിയൽ. ഇതിനകത്ത് എന്തൊക്കെയാ കിട്ടുന്നത് നമുക്ക്?
എക്സ് മൈനസ് വൺ സ്ക്വയറും എക്സ് മൈനസ് ടു. ഇതിൻ്റെ എന്താ കിട്ടുന്നത്? വണ്ണിന്റെ എന്ത് ബ്ലോക്ക് ഉണ്ട് അവിടെ? വണ്ണിന്റെ ഒരു 2 ബ്ലോക്ക് ഇവിടെ ഉണ്ട്. ഈ എക്സ് മൈനസ് ലാംഡ ഐയുടെ റേസ് ടു m1 ആണെങ്കിൽ, അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ ലാംഡ ഐയുടെ ഒരു 2 ബ്ലോക്ക് അവിടെ ഉണ്ടെന്നാണ് മീനിങ്. മിനിമം പോളിനോമിയൽ വെച്ച് ഇവിടെ ലാംഡ ഇവിടെ 2 ആയതുകൊണ്ട് 2ന്റെ ഒരു 1 ബ്ലോക്കേ ഉള്ളൂ. ഇവിടെ ക്യൂബ് ആയിരുന്നെങ്കിൽ 2ന്റെ ഒരു 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതാണ് എവിടെ പവർ ഏതാ വരുന്നത് ആ സൈസിൽ ഒരു ബ്ലോക്ക് അവിടെ ഉണ്ടാവും. അപ്പം മിനിമം പോളിനോമിയൽ ഇതാണെങ്കിൽ ഇതിൻ്റെ എന്താ കിട്ടുന്നത്? വണ്ണിന്റെ ഒരു 2 ബ്ലോക്ക് അവിടെ ഉണ്ട്, 2ന്റെ ഒരു 1 ബ്ലോക്ക് അവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ നമുക്ക് 5 ഐഗൺ വാല്യൂസ് ഉള്ളത്. ഇവിടെ എത്ര എണ്ണം കംപ്ലീറ്റ് ആയി? ഇവിടെ 3 എണ്ണം കംപ്ലീറ്റ് ആയി. ഓക്കെ, കൂടാതെ എന്താണ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 2 ആ. 1ന്റെ 2 ബ്ലോക്ക് ഉണ്ടെന്ന്. 1ന്റെ ഒരു ബ്ലോക്ക് 2 ബ്ലോക്ക് ആണ് കിട്ടി ഈ ഫസ്റ്റ് കണ്ടീഷൻ വെച്ച്. അടുത്തൊരു 2 ബ്ലോക്ക് ആവാം, 1 ബ്ലോക്ക് ആവാം. ഇനി അടുത്ത 2 ബ്ലോക്ക് ആയിരുന്നെങ്കിൽ എന്താ കിട്ടുക? ഇപ്പൊ എത്ര ഐഗൺ വാല്യൂ കംപ്ലീറ്റ് ആയി? 5 ഐഗൺ വാല്യൂ കംപ്ലീറ്റ് ആയില്ലേ? ഒന്നാമത്തെയാണിത്. ഓൾറെഡി നമ്മളെ മിനിമം പോളിനോമിയൽ വെച്ചിട്ട് 2 ജോർദാൻ ബ്ലോക്ക് നമുക്ക് ഓൾറെഡി കിട്ടി. ഓക്കെ, ഇനി ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 2 എന്ന് പറഞ്ഞാൽ 1ന്റെ 2 ബ്ലോക്ക് ഉണ്ട്. ഒരു 2 ബ്ലോക്ക് കൂടി ഉണ്ട്. അടുത്തൊരു 2 ബ്ലോക്ക് ആവാം, 1 ബ്ലോക്ക് ആവാം. 2 ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെ 5 ഐഗൺ വാല്യൂയും തികഞ്ഞ്. 2 ഐഗൺ വാല്യൂ, മൂന്നാമത്തെ ഐഗൺ വാല്യൂ, നാലാമത്തെ ഐഗൺ വാല്യൂ, അഞ്ചാമത്തെ ഐഗൺ വാല്യൂ, 5 ഐഗൺ വാല്യൂ തികഞ്ഞ്. ഓക്കെ, അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ജോർദാൻ കാനോനിക്കൽ ഫോം എന്ന് പറയുന്നത് 1 1 0 1 1 1 0 1 2. ഒരു ജോർദാൻ ബ്ലോക്ക്, ജോർദാൻ കാനോനിക്കൽ ഫോം ഒന്നാമത്തെ കിട്ടി. രണ്ടാമത്തത് ഇതേ മിനിമം പോളിനോമിയൽ നമുക്ക് എന്ത് കിട്ടി? 1ന്റെ ഒരു 2 ബ്ലോക്കും 2ന്റെ ഒരു 1 ബ്ലോക്കും ഉണ്ട്. കൂടാതെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 2 ആണ്. അപ്പൊ 1ന്റെ 2 ബ്ലോക്ക് ഉണ്ട്. 2 ബ്ലോക്ക് എടുത്തപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ഇനി അത് 1 ബ്ലോക്ക് ആയിരുന്നെങ്കിലോ? അടുത്തൊരു 1 ബ്ലോക്ക് ആയിരുന്നെങ്കിൽ എന്താ? ഇപ്പം 1 2 3 4 ഐഗൺ വാല്യൂ കംപ്ലീറ്റ് ആയി. 1ന്റെ 2 ബ്ലോക്ക് ഉള്ളൂ എന്ന് പറഞ്ഞു. 2നെ പറ്റി നമ്മൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇത് അഞ്ചാമത്തെ ഐഗൺ വാല്യൂ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 2ന്റെ ഒരു 1 ബ്ലോക്ക് കൂടി വരണം. 2ന്റെ ബ്ലോക്കിന്റെ മാക്സിമം സൈസ് 1 ആണ്. അപ്പൊ അടുത്ത ബ്ലോക്കിന്റെ സൈസ് എന്തായാലും 1 ആയേ പറ്റൂ. 1 കൂടാൻ പറ്റില്ല. മിനിമം പോളിനോമിയൽ എത്രയാണ് പവർ ഉള്ളത്? അപ്പം കറസ്പോണ്ടിങ് ലാംഡയുടെ പവർ, ലാംഡയുടെ ബ്ലോക്കിന്റെ സൈസ് ഇവിടെ വരുന്ന പവറിന്റെ അത്രയും സൈസേ വരാൻ പാടുള്ളൂ. അതിൽ കൂടാൻ പാടില്ല. കുറവാവാം, സെയിം ആവാം. ഓക്കെ, 2 ബ്ലോക്ക് ആയിരുന്നെങ്കിൽ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത്. ഇനി ആ 2 ബ്ലോക്കിന് വരെ 1 ബ്ലോക്ക് ആയിരുന്നെങ്കിലോ? 2ന്റെ ഒരു 1 ബ്ലോക്ക് കൂടിയും വരും അവിടെ. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോർദാൻ കാനോനിക്കൽ ഫോം വരച്ചു കഴിഞ്ഞാൽ 0 1 1 0 1. ഇനി 1ന്റെ ഒരു ബ്ലോക്ക് കൂടി, 2ന്റെ ഒരു ബ്ലോക്ക്, 2ന്റെ ഒരു ബ്ലോക്ക്. ഒരു മിനിമം പോളിനോമിയൽ വെച്ചിട്ട് നമുക്ക് 2 JCF കിട്ടി. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇതൊന്ന് എഴുതി വെച്ചാൽ ഞങ്ങൾ എല്ലാവരും. ഒന്നത്തെ ഒരു മിനിമം പോളിനോമിയൽ വെച്ചിട്ട് 2 എണ്ണം കിട്ടും. ഇനി അടുത്ത മിനിമം പോളിനോമിയൽ ഏതായിരുന്നു? അടുത്ത മിനിമം പോളിനോമിയൽ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2യുടെ സ്ക്വയർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ കിട്ടിയത്? 1ന്റെ ഒരു 1 ബ്ലോക്കും 2ന്റെ ഒരു 2 ബ്ലോക്ക് ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, കൂടാതെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 എന്ന് പറയുന്നത് 2 ആണ് പറഞ്ഞത്. 1ന്റെ 2 ബ്ലോക്ക് ഉണ്ടെന്ന്. 1ന്റെ മാക്സിമം ആയിട്ടുള്ള ബ്ലോക്കിന്റെ സൈസ് 1 ആണ്. 1 ബ്ലോക്കേ അവിടെ വരാൻ പറ്റൂ. അപ്പം അടുത്തൊരു 1 ബ്ലോക്ക് കൂടി എന്തായാലും വരും. കാരണം എന്താ? ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 2 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എത്ര ഐഗൺ വാല്യൂ കംപ്ലീറ്റ് ആയി? 1 2 3 4 കംപ്ലീറ്റ് ആയി. പിന്നെ ഒന്നുകൂടി വേണം. അത് 2ന്റെ ഐഗൺ വാല്യൂ ആയിരിക്കും. കാരണം 1ന്റെ എന്തായാലും 2 ബ്ലോക്കുകൾ ഓൾറെഡി തന്നു. 2ന്റെ ബ്ലോക്കിന്റെ മാക്സിമം സൈസ് 2 ആണ്. പക്ഷെ ഇവിടെ ഒരു ഐഗൺ വാല്യൂ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒരു 1 ബ്ലോക്ക് മാത്രമേ വരൂ. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോർദാൻ ബ്ലോക്ക് വരച്ചാൽ 2 1 0 2
ഒരു 2 ബ്ലോക്ക്, ഒരു 2ന്റെ 1 ബ്ലോക്കും 1ന്റെ 2 1 ബ്ലോക്കും. അപ്പൊ ടോട്ടലി കോസ്റ്റിൽ എത്ര ജോർദാൻ ബ്ലോക്ക് കിട്ടി? പോസിബിൾ ആയിട്ട് നമുക്ക് 3 കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ക്വസ്റ്റിൻ്റെ അകത്ത് നമുക്ക് 3 JCF കിട്ടി. ക്വസ്റ്റിന് കറസ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. അതിനകത്ത് കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഓരോ കണ്ടീഷൻ എഴുതി വെച്ചിട്ട് എത്ര എണ്ണം കിട്ടും നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എവരി അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഈസ് ഡയഗണലൈസബിൾ. എല്ലാ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ഡയഗണലൈസബിൾ ആണോ? ട്രൂ ഓർ ഫോൾസ് ആണോ? എവരി അപ്പർ triangular matrix is diagonalizable. എന്താണ്? ട്രൂ ഓർ ഫോൾസ് ആണോ? ഇത് ഫോൾസ് ആണ്. ഫോൾസ് ആണ്. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ എന്താണ് എക്സാമ്പിൾ എടുത്തത്? 1 1 0 1. ഇതെന്താണ്? അപ്പർ ട്രയാങ്കുലർ ആണ്. ഇതിന്റെ ഐഗൺ വാല്യൂ ഏതൊക്കെയാ? 1 1. 1 1. ഇനി 1ന്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്താ? ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 എന്താ? GM. ടു ആണോ? 1 1 0 1 ആണ് മെട്രിക്സ്. GM കാണുക വെച്ചാല് A മൈനസ് ലാംഡ I. ലാംഡ ഇവിടെ 1 ആയതുകൊണ്ട് A മൈനസ് ഐയുടെ റാങ്ക്, A മൈനസ് ഐയുടെ നള്ളിറ്റി. A മൈനസ് ഐ ചെയ്താൽ നമുക്ക് കിട്ടുക എന്താ കിട്ടുക? 0 1 0 0. ഇതിന്റെ റാങ്ക് എത്രയാ? റാങ്ക് 1. അപ്പൊ നള്ളിറ്റി എത്രയാ? നള്ളിറ്റി 1 അല്ലേ? നള്ളിറ്റി 1 അല്ലേ? അപ്പൊ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്താ? 1 ആണ്. ഓൾജിബ്രിക് മൾട്ടിപ്ലിസിറ്റി 2 ആണ്. അപ്പം ഓൾജിബ്രിക് മൾട്ടിപ്ലിസിറ്റി ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഈക്വൽ ആണോ? ഈക്വൽ അല്ല. അപ്പൊ ഇത് ഡയഗണലൈസബിൾ ആണോ? അല്ലല്ലോ. ഇത് ഡയഗണലൈസബിൾ അല്ല. അപ്പൊ എന്താ? എവരി അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഡയഗണലൈസബിൾ അല്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. If A is a positive definite matrix, A ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് മാട്രിക്സ്,
then A inverse is positive definite matrix. Question. ഇതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് പറയാം. ഇപ്പം എ ഒരു എ എന്ന് പറഞ്ഞ മെട്രിക്സ്, എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് λ1, λ2 എക്സെട്രാ λn ആണെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/λ1, 1/λ2, 1/λ2 എക്സെട്രാ 1/λn. ഓക്കെ, എയുടെ ഐഗൺ വാല്യൂ λ1, λ2 എക്സെട്രാ λn ആണെങ്കിൽ എ ഇൻവേഴ്സിന്റെ ഐഗൺ വാല്യൂ വന്നത് 1/λ1, 1/λ2 എക്സെട്രാ 1/λn. ഓക്കെ, ഇപ്പം ലാംഡയ്ക്ക് 2, 3, 4, 5 ആണെങ്കിൽ ഇവിടുത്തെ ലാംഡ ഐഗൺ വാല്യൂ 1/2, 1/3, 1/4, 1/5. ഇതാണ് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താ പറഞ്ഞത്? ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞത് എന്താ? എ ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് ആണ്. എ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ എന്താ, എല്ലാ ലാംഡയും >0 ആണ്. ഓക്കെ, അപ്പം എ ഇൻവേഴ്സിന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ഐഗൺ വാല്യൂ ആണ് 1/λi. ഓക്കെ, λi >0 ആയാൽ 1/λi >0 അല്ലേ? ലാംഡ ഒരു 2, 3, 4 ആണെങ്കിൽ 1/2 >0 അല്ലേ? 1/3 >0 അല്ലേ? 1/4 >0 അല്ലേ? 1/λi എന്താണ്? >0 ആണ്. അപ്പൊ എല്ലാ 1/λi >0 ആണ്. അപ്പൊ എന്താണ്? എ ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് ആണ്. ഇനി ഈ എ ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ് നോക്കി എന്താ കിട്ടുക? 1/λ1 into 1/λ2 into 1/λn. കാരണം എന്താ, 1/λ1 ഇവിടുത്തെ ഐഗൺ വാല്യൂ ആണ്. ഐഗൺ വാല്യൂന്റെ പ്രൊഡക്റ്റ് ആണ് ഡിറ്റർമിനന്റ്. എന്ത് കിട്ടും? 1/λ1 into λ2 into etc into λn. ഓക്കെ, clear ആയ ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ, is the normal matrix having one of its entry 2. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞത് എ എന്ന് പറയുന്ന നോർമൽ മെട്രിക്സ് ആണ്. എയുടെ ഏതെങ്കിലും ഒരു എൻട്രി 2 ആണ്. അങ്ങനെ ഒരു നോർമൽ മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ക്വസ്റ്റ്യൻ. ട്രൂ ആണോ ഫോൾസ് ആണോ? നോർമൽ മെട്രിക്സിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? എ ഇൻറ്റു എ സ്റ്റാർ എന്ന് പറയുന്നത് എ സ്റ്റാർ ഇൻറ്റു എ. ഇത് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ, ഞാനൊരു മെട്രിക്സ് എടുക്കുന്നു 2, 1, 1, 3. ഓക്കെ, ഏതാണ് മെട്രിക്സ്? എ തീറ്റ എന്താ? എ സ്റ്റാർ ട്രാൻസ്പോസ് കോൺജുഗേറ്റ്. അപ്പൊ ഇതിന് ട്രാൻസ്പോസ് എടുക്കുക, കോൺജുഗേറ്റ് എടുക്കുക. അപ്പം 2, 1, 1, 3. ഓക്കെ, അപ്പം എ ഇൻറ്റു എ തീറ്റ എന്താ കിട്ടുക? എ ഇൻറ്റു എ തീറ്റ ചെയ്താല് 5, ഫസ്റ്റ് എലമെന്റ് 5, സെക്കൻഡ് എലമെന്റ് 5, 2 + 3 5, തേർഡ് എലമെന്റ് എന്താ? 2 + 3 1 + 9 10. എ ഇൻറ്റു എ.
ഹലോ സാറിന് റേഞ്ച് പോയാ തോന്നുന്നു. ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. രേഷ്മയ്ക്കൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല ചേച്ചി, കിട്ടുന്നില്ല. ആർക്കും കിട്ടുന്നില്ല. അവിടുത്തെ റേഞ്ച് പോയതായിരിക്കും അല്ലേ? സാറിന്റെ അവിടുത്തെ റേഞ്ച് കട്ടായതാന്ന് തോന്നുന്നു. ലീവ് ചെയ്താലോ? രേഷ്മ ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് ഇട്, ചിലപ്പോ. നമുക്ക് സാറിന്റെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് നോക്കാം, സാർ എന്താ പറയണേന്ന് അറിയാലോ. ഓക്കെ.
സാർ അറിയുന്നില്ലല്ലോ, എന്ത് ചെയ്യണം?
ഹലോ ആർക്കെ